എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മളെല്ലാവരും കാത്തിരുന്ന വാട്ടർ അതോറിറ്റിയുടെ എക്സാം KWA അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ എക്സാമിൻ്റെ ഡേറ്റ് റിലീസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. ഇപ്പോൾ ഈ വരുന്ന ഒക്ടോബർ 15-നാണ് നമ്മൾ എക്സാം. ദാറ്റ് മീൻസ് നമുക്ക് അറൗണ്ട് 75 ഡേയ്സാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ചതിലും ഒരുപാട് നേരത്തെയാണ് എക്സാം, നമ്മൾ പ്രതീക്ഷയിലും നേരത്തെയാണ് എക്സാം വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കിനി ചെയ്യാൻ പറ്റുന്നത് മാക്സിമം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സമയം നമ്മൾ യൂട്ടിലൈസ് ചെയ്യാം. അതിലെങ്ങനെ നമ്മൾ നേരത്തെ പഠിച്ചവരാണെങ്കിൽ എങ്ങനെ റിവൈസ് ചെയ്യാം, പുതുതായിട്ട് പഠിക്കുന്നവരാണെങ്കിൽ അതിൽ എത്രത്തോളം ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ, ഏത് ഏരിയയിൽ നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻസുകൾ വരുന്നത്, ഏത് സബ്ജക്റ്റിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. ഇപ്പോൾ നമ്മൾ മാർക്ക് ഡിസ്ട്രിബ്യൂഷനൊക്കെ നമുക്ക് സിലബസിൽ തന്നിട്ടുണ്ട്. 60 മാർക്കാണ് സിവിലിന് വരുന്നത്, 25 മാർക്സ് മെക്കാനിക്കൽ ആൻഡ് 15 മാർക്സ് കെമിക്കൽ. അപ്പോൾ അതിൽ തന്നെ ഓരോ സബ്ജക്റ്റിനും നമ്മൾ മാർക്കുകൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മളെ പഠിത്തമൊക്കെ നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ഷോർട്ട് ടൈമിൽ നമ്മളൊരു ICA നമ്മൾ ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ഒരു ക്രാഷ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫാക്കൽറ്റീസാണ് ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ എല്ലാ സബ്ജക്റ്റിലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങളും അതുപോലെ ക്വസ്റ്റ്യൻസുകൾ വരുന്നതൊക്കെ അത് വെച്ചിട്ട് നമ്മൾ ഏകദേശം 200+ അവേഴ്സ് വരുന്ന ഓൺലൈൻ കോഴ്സ്, അതായത് എല്ലാ ദിവസവും ഈവനിങ്ങിൽ 2 മണിക്കൂർ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സുകൾ പറയുന്നു, റിവൈസ് ചെയ്യുന്നു, ക്വസ്റ്റ്യൻസ് ചെയ്യുന്നു, അതിൻ്റെ കൂടെ മെക്കാനിക്കൽ ടോപ്പിക്കുകളും. ഓക്കെ. അപ്പോൾ അതുപോലെ നമ്മൾ ഡയറക്റ്റ് ഓഫ്ലൈനായിട്ട് നമ്മൾ ക്രാഷ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. 2 മാസം ഈ 75 ഡേയ്സ് നീണ്ടു നിൽക്കുന്നത്. നമ്മൾ ഏകദേശം 400+ അവേഴ്സ് അത്യാവശ്യം ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നമ്മൾ എല്ലാ ടോപ്പിക്കുകളും എടുക്കുന്നുണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്, ക്വസ്റ്റ്യൻസുകൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നിങ്ങളെ കൊണ്ട് മാക്സിമം ക്വസ്റ്റ്യൻസുകൾ എക്സാംസുകൾ നമ്മൾ അറ്റൻഡ് ചെയ്യിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് എന്താണ് ഈ ഒരു 75 ഡേയ്സ് കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, ഏറ്റവും എഫക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റുന്നത് എന്താണോ അത് നമ്മൾ നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു ക്രാഷ് ബാച്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾ സ്വന്തമായിട്ട് പഠിക്കാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിലും നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു ഷോർട്ട് സമയത്തിനുള്ളിൽ മാക്സിമം നമ്മൾ ഒരു പ്ലാനിങ്ങോട് കൂടിയിട്ട് റിവിഷന് വേണ്ടിയിട്ട് നമ്മൾ ടൈം ടേബിൾ, പഠിക്കാനൊരു ടൈം ടേബിൾ, ക്വസ്റ്റ്യൻസുകൾ എത്രത്തോളം വർക്കൗട്ട് ചെയ്യണം, എക്സാമുകൾ എത്രത്തോളം അറ്റൻഡ് ചെയ്യണം, അതൊരു വെൽ പ്ലാനിങ്ങോട് കൂടിയിട്ട് മുന്നോട്ട് പോവുക. നല്ല രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക, പ്രിപ്പയർ ചെയ്യുക. ഓക്കെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.